ചോദ്യം: മുസ്ഹഫിലെ എഴുത്തില്ലാത്ത കാലി സ്ഥലം അശുദ്ധിയോടെ സ്പർശിക്കാമോ? ഉത്തരം: അശുദ്ധിയോടെ അഥവാ ഉളുവോ കുളിയോ നിർബന്ധമായിരിക്കെ അത് തൊടുന്നത് ഹറാമാണ്. ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആൻ സ്പർശിക്കരുത് എന്ന ഹദീസാണ് അതിന് തെളിവ്. ചോദ്യം: മുറിഞ്ഞ വിരലിന് പകരം വെച്ച സ്വർണ്ണവിരൽ കൊണ്ട് മുസ്ഹഫ് സ്പർശിക്കാമോ? ഉത്തരം: അത് ഹറാമാണെന്നതാണ് പ്രബലം. കയ്യിൽ കുപ്പായക്കൈ ചുറ്റിക്കൊണ്ട് മുസ്ഹഫ് തൊടുന്നത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് അത് ഗ്രഹിക്കാവുന്നതാണ്. ചോദ്യം: മുസ്ഹഫിന്റെ കടലാസിൽ നിന്ന് എഴുത്തില്ലാത്ത ഭാഗം വേർപെട്ടു. ഉദാഹരണമായി അതിൻ്റെ മാർജിൻ വെട്ടിയെടുത്തു. എന്നാൽ അശുദ്ധിയോടെ തൊടാമോ? ഉത്തരം: മുസ്ഹഫുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അത് മറ്റു വല്ലതിനും ഉപയോഗിച്ചാൽ തൊടാവുന്നതാണ്, ചുമക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ തൊടാനോ ചുമക്കാനോ പാടില്ല. ചോദ്യം: മുസ്ഹഫ് സൂക്ഷിച്ചിട്ടുള്ള ഉറയും പെട്ടിയും ചുമക്കുന്നതും തൊടുന്നതും ഹറാമാകുന്നത് എപ്പോൾ? ഉത്തരം: അവ രണ്ടും മുസ്ഹഫിന് വേണ്ടി മാത്രം സജ്ജമാക്കപ്പെട്ടതായിരിക്കുകയും മുസ്ഹഫ് അവയിലുണ്ടായിരിക്കെയുമാണ് അവ രണ്ടും ചുമക്കുന്നതും തൊടുന്നതും ഹറാമാകുന്നത്. എന്നാൽ മുസ്ഹഫ് അവയിലില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മുസ്ഹഫിന് വേണ്ടി മാത്രം സജ്ജമാക്കപ്പെട്ടതല്ലാതിരിക്കുകയോ ചെയ്താൽ അവ രണ്ടും അശുദ്ധിയോടെ തൊടുകയും ചുമക്കുകയും ചെയ്യാം. ചോദ്യം: മുസ്ഹഫ് വെക്കുന്ന പീഠത്തിൻ്റെ വിധി. ഉത്തരം: പീഠം ചെറുതാണെങ്കിൽ അത് മുഴുവൻ സ്പർശിക്കുന്നതും ഹറാമാണ്. വലുതാണെങ്കിൽ മുസ്ഹഫിനോട് നേരിട്ട ഭാഗം സ്പർശിക്കുന്നത് മാത്രമേ ഹറാമുള്ളൂ. ചോദ്യം: കത്രിക കൊണ്ട് ഖുർആനികാക്ഷരങ്ങളുടെ രൂപത്തിൽ കടലാസിൽ നിന്നോ തുണിയിൽ നിന്നോ വെട്ടിയെടുത്തത് ഉളു ഇല്ലാതെ തൊടാമോ? ഉത്തരം: അത് എഴുത്തിൽപ്പെട്ടതല്ല, അതുകൊണ്ട് തന്നെ അത് സ്പർശിക്കൽ ഹറാമുമില്ല. എന്നാൽ വെട്ടിയെടുത്ത അക്ഷരങ്ങൾ ഒരിടത്ത് പതിച്ച് ആയത്തുകൾക്ക് രൂപം നൽകിയാൽ അതിന് ലിഖിത ഖുർആനിൻ്റെ വിധിയാണുണ്ടാവുക. ചോദ്യം: എഴുതപ്പെട്ട ഖുർആൻ ഒരായത്തിൻ്റെ അല്പഭാഗമാണെങ്കിലും അത് എഴുതപ്പെട്ട സാധനം ചുമക്കുന്നതും തൊടുന്നതും ഹറാമാണല്ലോ. എന്നാൽ അല്പഭാഗം കൊണ്ടുള്ള ഉദ്ദേശമെന്ത്? അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവ് എത്ര? ഉത്തരം: അത് സാരം കുറിക്കുന്ന ഒരു വാക്യമെങ്കിലുമായിരിക്കണം. ചോദ്യം: ചെറുതോ വലുതോ ആയ അശുദ്ധിയുള്ളവൻ തഫ്സീർ ഗ്രന്ഥം വഹിക്കുന്നതിൻ്റെ വിധി. ഉത്തരം: ഖുർആൻ വ്യാഖ്യാനത്തിലായിട്ട് ഖുർആൻ വഹിക്കുന്നത് അനുവദനീയമാണെന്നതാണ് പ്രബലമായ അഭിപ്രായം. കാരണം അവിടെ ഖുർആനല്ല തഫ്സീറാണ് ഉദ്ദേശം. ഇത് ഖുർആനിനേക്കാൾ വ്യാഖ്യാനം കൂടുന്നിടത്താണ്. ഖുർആൻ കൂടുതലാവുകയോ രണ്ടും തുല്യമാവുകയോ ചെയ്താൽ വഹനം ഹറാമാണ്. ഹറാമല്ലാത്തയിടത്ത് കറാഹത്തുണ്ടാകും. ചോദ്യം: ഖുർആൻ തഫ്സീറിനേക്കാൾ കൂടുതലാകുമ്പോൾ വഹനം ഹറാമാവുകയും തഫ്സീർ കൂടുതലാകുമ്പോൾ വഹനം അനുവദനീയമാവുകയും ചെയ്യുമല്ലോ. എന്നാൽ ഈ വർധനവും കുറവും പരിഗണിക്കുന്ന മാനദണ്ഡം എന്താണ്? അക്ഷരങ്ങളാണോ പദങ്ങളാണോ? ഉത്തരം: ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കുന്നത് പദങ്ങൾ കൊണ്ടല്ല, അക്ഷരങ്ങൾ കൊണ്ടാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ചോദ്യം: തഫ്സീർ ഖുർആനിനേക്കാൾ കൂടുതലോ അതിനോട് തുല്യമോ എന്ന് സംശയിച്ചാൽ? ഉത്തരം: തടസ്സം ഉറപ്പില്ലാത്തതുകൊണ്ട് ചുമക്കാൻ അനുവദനീയമാണ് എന്നതാണ് വ്യക്തമായ അഭിപ്രായം. തുല്യമാകുക എന്നതാണ് ഇവിടെ തടസ്സം. സംശയം വന്നതുകൊണ്ട് ഈ തടസ്സത്തിന് ഉറപ്പില്ലതാനും.